സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഹരിശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു. ഹരിശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു. ഹരിശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനേ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. പീതാംബരം കരവിരാജിത ശംഖചക്രകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാദാലേശമനിശം ഹൃദി ഭാവയാമി. പവനതനയചേതപങ്കജാർക്കം മുനീന്ദ്രൈരനുദിനമനുസേവ്യം കോമളം ശ്യാമളാംഗം ദിനകരകുലദീപം ജാനകീ ഭാഗ്യരാശിം കരധൃത സരജാപം നൗമി വിദ്വാദ്രിനാഥം. ധ്യേയം സദാ പരിഭവഘ്നമഭീഷ്ടദോഹം തീർത്ഥാസ്പദം ശിവവിരിഞ്ചിനുദം ശരണ്യം ഭൃത്യാർത്തികം പ്രണതബാലഭവാബ്ധിബോധം വന്ദേ മഹാപുരുഷ തേ ശരണാരവിന്ദം. സുദുസ്ഥിരസുരേപ്സിതരാജ്യലക്ഷ്മീം ധർമ്മിഷ്ഠനാര്യവചസാ യദഗാദരണ്യം മായാമൃഗം ദൈതയേപ്സിതമന്വധാവൽ വന്ദേ മഹാപുരുഷ ശരണാരവിന്ദം. കാളിന്ദീതീരവൃക്ഷമാശ്രയിച്ചുല്ലസിക്കും കാളമേഘമേ പെയ്ക കാരുണ്യസുധാവർഷം. ജീവസസ്യങ്ങൾ വാടി ഉണങ്ങിക്കരിയുമ്പോൾ ജീവനദാതാവായിട്ടാരുള്ളു നീയല്ലാതെ. ധർമാർത്ഥകാമമോക്ഷ സൽഫലങ്ങളെയുമാൻ ഉണ്മയായ അർഹന്മാരാം ഉത്തമ പുരുഷന്മാർ ധർമ്മമേഘമേ നിന്നെ ഹൃദയാകാശത്തിങ്കൽ കൺമിഴിച്ച നാരദം കണ്ടുകണ്ടാനന്ദിപ്പൂ. സംസാര മരുവന ദീർഘ സഞ്ചാരക്ലിഷ്ടപുംസാം
ആശ്വാസം നൽകും ശാശ്വത വൃക്ഷമേ നിൻ പാദത്തെ പകലിരവാശ്രയിക്കും സാധുക്കളല്ലോ താപമില്ലാതെ ആനന്ദിപ്പോൾ. നിത്യമുക്തന്മാരായ ശ്രീ ശുക നാരദാദി ഭക്തന്മാരുടെ പാദപത്മത്തെ ആശ്രയിക്കും ഞങ്ങളെ. ഭക്തബന്ധോ കാരുണ്യകടാക്ഷത്താൽ തുങ്കാനന്ദികളാക്കി തീർക്കുവാൻ വണങ്ങുന്നേൻ. മദശിഖണ്ഡി ശിഖണ്ഡ വിഭൂഷണം മദനമന്ധരമുഗ്ധമുഖാംബുജം വ്രജവധൂനയനാം ജലവഞ്ചിതം വിജയതാം മമ വാങ്മയജീവിതം. മന്ദാരമൂലേ മദനാഭിരാമം ബിംബാധരാപൂരിതവേണുനാദം ഗോപഗോപീജനമധ്യസംസ്ഥം ഗോപം ഭജേ ഗോകുലപൂർണചന്ദ്രം. വ്രജേ വസന്തം നവനീതചോരം വ്രജാംഗനാനാം ജദുകൂലചോരം. അനേകജന്മാർജിത പാപചോരം ചോരാഗ്രഗണ്യം തമഹം ഭജാമി. മന്ദം മന്ദം മധുരനിനദൈർവേണുമാഭൂരയന്തം വൃന്ദം വൃന്ദാവനഭുവി ഗവാം ചാരയന്തം ചരന്തം ഛന്ദോഭാഗേ ശതമഖമുഖധ്വംസിനാം ദാനവാനാം ഹന്താരം തം കഥയ രസനേ മമ രസനേ കഥയ കഥയ. ഭൂപകന്യ ഭുജംഗം രസനേ കഥയ കഥയ. ഭൂപകന്യ ഭുജംഗം യോഗീന്ദ്രാണാം ത്വദംഗേഷ്വഖില സുമധുരം മുക്തിഭാജാം നിവാസോ ഭക്താനാം കാമവർഷദ്യുതരുകിശലയം നാഥാ. തേ പാദമൂലം നിത്യം ചിത്തസ്ഥിതം മേ ഭവനപുരപദേ. കൃഷ്ണ കാരുണ്യ കാരുണ്യ സിന്ധോ കൃത്വാ നിശേഷതാപാൻ പരിശതു പരമാനന്ദ സദോഹലക്ഷ്മീ. ഹരി ഓം നമോ ഭഗവതേ വാസുദേവായ സച്ചിദാനന്ദരൂപായ വിശ്വോൽപത്യാദിഹേതവേ താപത്രയവിനാശായ ശ്രീകൃഷ്ണായ വയം നമഃ. ധന്യ സുഹൃജനങ്ങളെ, മഹൽജനങ്ങളെ, ശ്രീമദ് ഭാഗവത മഹിമ ആദ്യം തന്നെ അത് അവാച്യം എന്ന് പറയട്ടെ. വാക്കുകൊണ്ട് പറഞ്ഞ് ഇന്നത് എന്ന് ഒരു ഇത്രയേ ഉള്ളൂ സമാപിച്ചു എന്ന് പറയേണ്ടതായ വിഷയങ്ങളിൽ പെട്ടതേ അല്ല ഭാഗവതം. അതിൻ്റെ മഹിമ എത്രയുണ്ട്. സമുദ്രം എങ്ങനെയാണോ അവർണ്ണനീയം, ആകാശം എങ്ങനെയാണോ അചിന്യം അത്യത്ഭുതം സർവത്ര നിറഞ്ഞിരിക്കുന്നത്, ഇതൊക്കെ പോലെ എന്നുകൂടി പറഞ്ഞാൽ പോരാ. മേൽപ്പത്തൂർ അദ്ദേഹം അരുളി ചെയ്തതുപോലെ അതൊക്കെ കാലങ്ങൾക്കും ദേശങ്ങൾക്കും അവധിക്ക് അടിയിലാണ്, അടങ്ങിയിരിക്കുകയാണ്. അതിൽ നിന്നും ഉയർന്നു നിൽക്കുന്ന അത്യന്തം കാലങ്ങൾക്കും ദേശങ്ങൾക്കും അവധികൾക്കും അതീതമായി ശോഭിക്കുന്ന ആ ഭഗവാൻ തന്നെയാണ് ഇതം ഭാഗവതം. എങ്ങനെയുള്ളതാണ്?
വാങ്മയീ മൂർത്തി പ്രത്യക്ഷ വർത്തതേ ഹരേ എന്ന് പറയാൻ കഴിഞ്ഞിരിക്കുന്നു. അപ്പോ ഭഗവാൻ എങ്ങനെയാണോ ദേശകാലാദി നിർമുക്തം, എത്രയും അത്യത്ഭുതം, അവാങ്മന ഗോചരം, അനിർവചനീയം എന്നൊക്കെ ഉപനിഷത്തുകളിൽ ഘോഷിക്കുന്നുവോ അതൊക്കെയും ഈ ഭാഗവതത്തെ സംബന്ധിച്ചോളവും പരിപൂർണമായും അന്വർത്ഥമാണ്. കാരണം രണ്ടും തുല്യമാണ്. ഒന്ന് ദൃഗ്മയമായ രൂപമാണ് നമ്മൾ അന്ന് അവതാരം ചെയ്ത രൂപങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നത് എങ്കിൽ ഇന്ന് ആ അവതാരങ്ങളൊക്കെയും തന്നെ മനോമുകുരത്തിൽ വന്നങ്ങനെ പ്രകാശിക്കുകയാണ്. കണ്ണാടിയിൽ പ്രതിഫലിക്കുന്ന പോലെ നമ്മുടെ ഹൃദയത്തിൽ വാക്കുകളെ കൊണ്ട് അവിടുത്തെ മധുരലീലകളെ കേട്ട് അതൊക്കെ ഹൃദയത്തിൽ കൂടിയിട്ട് അങ്ങനെ രൂപഭാവങ്ങളിൽ കൂടി ഭഗവാന്റെ ദിവ്യങ്ങളായിരിക്കുന്ന രാമചന്ദ്രൻ എന്ന് പറയുമ്പോൾ കോദണ്ഡം ഓർമ്മ വരികയായി. നരസിംഹം എന്ന് പറയുമ്പോൾ ആ ഘോര നരസിംഹത്തിന്റെ രൂപം ഓർമ്മ വരികയായി. പർവ്വതോദ്ധാരണമായിരിക്കുന്ന ഭഗവാന്റെ ആ മോഹനമാകുന്ന കൂർമ്മം എന്ന് പറയുമ്പോൾ ഒരു പർവ്വതത്തേക്ക് ഉയർത്തുന്ന ഓർമ്മ വരികയായി. ഇതാണ് വാങ്മയ രൂപമാണ്. അതൊക്കെ വാങ്മയ രൂപങ്ങൾ മാത്രമല്ല, ഹൃദയത്തിൽ പ്രകാശിക്കുന്നതോടൊപ്പം 10ാമത്തെ സ്കന്ധത്തിൽ ഘോഷിക്കുന്ന കൃഷ്ണരൂപം വരുമ്പോഴോ അത് വാങ്മയത്തിൽ കൂടി ദൃങ്മയവും എല്ലാ പ്രകാശിക്കുന്ന വസ്തുക്കളിലും തിളങ്ങി വിളങ്ങി നമ്മളിൽ ഹൃദയത്തിൽ അങ്ങനെ ഓളം പറ്റുന്ന സമുദ്രത്തിലെ അലകൾ പോലെ ഭാവഗംഭീരമായിരിക്കുന്ന ഏതോ ഒരു അചിന്ത്യമായിരിക്കുന്ന ലഹരിയിൽ നമ്മൾ എത്തുകയാണ്. ശ്രീകൃഷ്ണ ഭക്തി വാസ്തവത്തിൽ ഒരു ലഹരി തന്നെയാണ്. മറ്റെല്ലാ മൂർത്തികളെ കുറിച്ചുള്ള ഭക്തികളും ലഹരി തന്നെയാണ്. എങ്കിലും ലഹരി എന്ന് പറഞ്ഞാൽ എല്ലാം മറക്കൽ തന്നെ, ശരീരത്തെയും മറക്കൽ തന്നെ. പക്ഷെ ശ്രീകൃഷ്ണ ഭക്തിക്ക് മാത്രമേ സർവത്ര സർവേന്ദ്രിയങ്ങളെയും മരവിപ്പിച്ച് ആ ആത്മസ്വരൂപത്തിൽ നൃത്തം ചെയ്യും നമ്മുടെ ഹൃദയം. ഗോപികൾ അത് അനുഭവപ്പെടുത്തി കാണിച്ചു തന്നു. തന്മനസ്കകളായി, തദാലാപകളായി, തദ്വിചേഷ്ടകളായി, തദ്ഗുണം തന്നെ പാടുന്നവരായി, ആത്മാവ് തങ്ങളുടെ ശരീരമെന്നും ഗേഹം തങ്ങളുടെ വീടെന്നുള്ളതും മറന്നുകൊണ്ട് അവരൊക്കെയും കൃഷ്ണപ്രേമ ഉന്മാദകളായി, മതോന്മത്തകളായി, കൃഷ്ണപ്രേമ മതോന്മത്തകളായി. അവർ വിഹരിണികളായി, ലൗകിക വികാരത്തിൽ നിന്നും ചിന്തിക്കാൻ പോലും സാധിക്കാത്ത ആത്മാനന്ദ വികാരമായ രസോവൈരസ എന്ന് വേദം ഘോഷിക്കുന്ന രാസലീല വിലാസ കേളി രംഗത്തിലവർ അവധൂത പരമഹംസന്മാർക്ക് പോലും എത്താൻ സാധിക്കാത്ത ദേഹം വിട്ട് ആത്മാവിൽ ആനന്ദാനുഭൂതി അനുഭവിച്ച് നർത്തനം ചെയ്യുക, പാട്ടുകൾ പാടുക, ഓടുക, ചാടുക, ആലിംഗനം ചെയ്യുക. ഓ, ഉന്മത്തവൽ നൃത്യരീതി എന്ന് നാരദ മഹർഷി അവിടെ നിന്ന് എഴുതിയെടുത്തു തന്റെ ഭക്തിസൂത്രത്തിന്റെ പ്രമാണം തത്ര ഗോപിക. ഭക്തിക്ക് പ്രഹ്ലാദനെ അദ്ദേഹം പറഞ്ഞില്ല ഉദാഹരണമായിട്ട്. ധ്രുവനെയും എടുത്തില്ല, പാഞ്ചാലിയെയും എടുത്തില്ല. സതീരത്നമായിരിക്കുന്ന പാഞ്ചാലിയെ അല്ലേ ഭക്തിക്ക് ആദ്യം പറയേണ്ടത്? അതന്നെ, അങ്ങനെ തന്നെ. പക്ഷെ അവരെ ഒന്നും അല്ല അവിടെ കണ്ടത്. അദ്ദേഹം പ്രേമത്താൽ ഉന്മാദകളായി തങ്ങളെ തന്റെ ഇടമില്ലാതെ മറന്ന് തങ്ങളിലുള്ള ആത്മസ്വരൂപനായ കണ്ണനെ സർവത്ര സ്നേഹിച്ച് അവരെ ഇല്ലാതായി. കൃഷ്ണനും സ്നേഹവും മാത്രമായി ബാക്കി ഒന്നുമില്ല. അതുമാത്രം അവശേഷിച്ചു. അവർക്ക് ശരീരമില്ലാതായി, വികാരമില്ലാതായി, വിചാരമില്ലാതായി, സർവത്ര കൃഷ്ണൻ. അതാ ഉദ്ധവനോട് വിരൽ ചൂണ്ടി ഭഗവാൻ, അനുസരിക്കണം ഉദ്ധവ, അവിടെ ചെന്നാൽ ചിലതൊക്കെ കാണുന്നേ പറഞ്ഞോളൂ. എന്തൊക്കെയാണ് കണ്ടു പഠിക്കട്ടെ. പക്രുദ്രേകം സകലഭുവനെ ദുർലഭം ധരിശയിച്ചെന്ന് അവിടെ ചെന്നാ പഠിച്ചോളൂ അദ്ദേഹം. കാരണം ഇദ്ദേഹത്തിന് എല്ലാം നിറഞ്ഞു, ഇനി പഠിക്കാനൊന്നുമില്ല. അദ്ദേഹം ജ്ഞാനിയിൽ അഗ്രഗണ്യൻ, വൃഷ്ണീനാം പ്രവരോ മന്ത്രി, കൃഷ്ണസ്യ ദൈവസഖ, ശിശു ബൃഹസ്പതിയുദ്ധവ. പോരാ ബുദ്ധി സത്തമ. നീ എന്താ വേണ്ട യോഗ്യത? എല്ലാ ഡിഗ്രികളും അദ്ദേഹത്തെ കഴിഞ്ഞേ ഉള്ളൂ. പക്ഷേ ഭക്രുദ്രേകം സകലഭുവനെ ദുർലഭം അതൊന്ന് കാണട്ടെ. അതെന്റെ പോരായ്മ തീർന്നു അവിടെ ചെന്നു. അതാണ് അദ്ദേഹം അവസാനം ദൂരെ നിന്നുകൊണ്ടാ പറയുന്നത് അദ്ദേഹം. ഞാൻ ഉദ്ധവനെ ദൂരെ നിന്നുകൊണ്ട് ഞാൻ അങ്ങോട്ട് വരില്ല, എനിക്ക് അങ്ങോട്ട് വരാനായിട്ടില്ല. പാതരയിടും. നിങ്ങൾ തീരെ നടന്നുപോയവരല്ലേ, നിങ്ങളുടെ ഈ പാതരയെടുക്കൽ കൂടി ഞാനൊന്ന് നെറ്റിമുട്ടി അങ്ങോട്ട് വരട്ടെ. അതെന്താ? ഞങ്ങൾ പെണ്ണുങ്ങളല്ലേ, സാധാരണ പെണ്ണുങ്ങളല്ലേ ഉദ്ധവ സ്വാമി? അങ്ങ് വളരെ സ്വന്തമായ കൃഷ്ണന്റെ ഹൃദയമല്ലേ? ഹരികഥോൽഗീതം
പുനാതി പുവരത്ര. നിങ്ങളിങ്ങനെ ഉച്ചൈസ്തരം ഉദ്ഘോഷിച്ചില്ലേ ആ ഭഗവാന്റെ മഹിമ? സർവത്ര ഗോവിന്ദ മോദര മാധവേദി ധൈര്യ കൊണ്ട് പോവാ പാവങ്ങളെ, വിക്രയതുകാമകളാണ്. അപ്പൊ അതുകൊണ്ട് ഈ ഭക്തിയാണ് നമുക്കുണ്ടാവേണ്ടത് എന്ന് മറ്റേത് ശാസ്ത്രങ്ങളിൽ പറഞ്ഞതിനേക്കാൾ എത്രയോ അനുഭവവേദ്യമാകുന്ന നിരവധി ഉത്തമ മാതൃക ഭക്തജനങ്ങളുടെ കഥകളെ ഉദാഹരിച്ച് ഭക്തിയില്ലാത്ത ജന്മം വ്യർത്ഥം വ്യർത്ഥം, എന്തുണ്ടായിട്ടും പ്രയോജനമില്ല. അലം ഹൃദൈഹി അലം ജ്ഞാനകഥാലാപൈഹി എന്നങ്ങനെ തുറന്നു പറഞ്ഞ ഒരു ഗ്രന്ഥം ഈ ഭാഗവതം മാത്രം. ഭക്തിരേഖ ഇവ മുക്തിദ. നിങ്ങൾക്ക് എന്ത് സമ്പാദ്യം ഉണ്ടെങ്കിലും, നിങ്ങൾക്ക് എല്ലാ വിധങ്ങളായ യോഗ്യതകളുണ്ടെങ്കിലും അതൊക്കെ കമിഴ്ത്തി വെച്ച കുടത്തിന്റെ മേലൊഴിച്ച വെള്ളം പോലെ നിങ്ങൾക്ക് ഭക്തി ഇല്ലെങ്കിൽ യശസ്ത്രീയാമേവ എന്ന് വിളിച്ചു പറഞ്ഞു കൊടുക്കും. എല്ലാ യോഗ്യതകളും നിങ്ങൾക്കുണ്ടെങ്കിലും അവിസ്മൃതി ശ്രീധരപാദ പത്മയോ ഗുണാനുവാദ ശ്രവണാദിഹരേ, ശ്രീഹരിയുടെ പാദപത്മങ്ങളെ നിങ്ങൾ ഓർക്കുന്നില്ല എങ്കിൽ, നിങ്ങൾക്ക് ശ്രീഹരിയുടെ പേര് പറയുമ്പോൾ ഒഴുകുന്നില്ല കണ്ണിൽ നിന്ന് വെള്ളമെങ്കിൽ, നിങ്ങളുടെ രോമങ്ങൾ നിങ്ങൾ അറിയാതെ കണ്ട് എഴുന്നേൽക്കുന്നില്ല എങ്കിൽ, നിങ്ങളുടെ ഞാനേ എന്റെ എന്നുള്ളതായ ശരീരഭാവം നിങ്ങൾ മറക്കുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് ഭക്തി എവിടെ എന്നാ ചോദിച്ചത്. അല്പത്തുരതി എടുത്ത് ചോദിച്ചില്ലേ, കഥഞ്ചിൽ ചിത്തം ശുദ്ധിയെന്ന്. എല്ലാം ഉണ്ട്, നാമം ജപിക്കുന്നുണ്ട്, കഥ പാടുന്നുണ്ട്, കഥ പറയുന്നുണ്ട്. പക്ഷെ അതും താനുമായിട്ട് അഭ്യാസിയും അഭ്യാസവും പോലെ വല്ല പ്രയോജനമുണ്ടോ? അഭ്യാസിയുടെ കഥ ഞാനും കളിക്കും, ഓടും ചാടും ഒക്കെ തകടം മറിച്ച് തകർക്കുകയാണ് അഭ്യാസിയാ. അത് കഴിഞ്ഞാൽ അയാൾക്ക് അതുകൊണ്ട് ജീവിതം പറ്റില്ല, എന്തെങ്കിലും തരണം. ആ അഭ്യാസിയുടെ കഥ പോലെ ആവുള്ളൂ. ഞാനും കളിക്കാരൻ എങ്ങനെയാണോ അനേകതാളം നല്ലോണം ട്രെയിൻ ചെയ്ത് പറ്റിച്ച് കിട്ടുകിട്ടാന്ന് കമ്പിമൽക്കടി ഓടുന്നത് എന്ന പോലെ 334 അധ്യായങ്ങളും കണ്ണടച്ച് പറയാം, അതിലെ അർത്ഥങ്ങളൊക്കെ തകർത്ത് തരിപ്പണമാക്കാം. പക്ഷെ അതൊക്കെ അവിടെ, അത് പ്ലാറ്റ്ഫോം ലൈഫ്. അത് കഴിഞ്ഞാൽ പിന്നെ ഇഷ്ടം പോലെ അല്ല. അത് ഭാഗവതം ഉപദേശിക്കുന്നത് പ്രവർത്തന പദ്ധതിയിൽ കൊണ്ടുവരാൻ ഇത്രയും ഉത്തമമാകുന്ന ഗ്രന്ഥം വേറെ ഇല്ല എന്നർത്ഥം. എത്ര എളുപ്പ ഭഗവാൻ പറയും കൊടുക്കും ഉദ്ധവനോടെ. ഉദ്ധവ ഒരു വിഷമമില്ല എന്നാ പറഞ്ഞത്. ഹതവേഗതയിഷ്യാമി മമധർമാൻ സുമംഗളാൻ എന്നാണ്. എന്റെ മംഗളമായിരിക്കുന്ന ആ ധർമ്മത്തെ ഞാൻ അങ്ങേക്ക് ചുരുക്കം പറഞ്ഞുതരാന്ന് പറഞ്ഞു. കുര്യാൽ സർവാണി കർമാണി. വല്ല വിഷമമുണ്ടോന്നാ ചോദിച്ചത്. മദർത്ഥേശനകൈസ്മരൻ, എന്നെയും കൂടി വിളിക്കൂ ഒരു കൂട്ടുകാരനായിട്ട്. ഏത് കർമ്മം ചെയ്യുമ്പോഴും എനിക്കുണ്ടൊരു കൊച്ചേട്ടൻ കരിനീല പ്രകാശവാൻ കരിഞ്ഞെ സഹായിപ്പാൻ തുനിഞ്ഞു കൊള്ളിരുപ്പവൻ. അത്ര കരുണാമയനാണ് അദ്ദേഹം. ഒരു വിളി വിളിക്കൂ എന്നെ, ഞാനും കൂടെ വരാമല്ലോ. ഉണ്ണുമ്പോഴും ഉറങ്ങുമ്പോഴും നടക്കുമ്പോഴും കിടക്കുമ്പോഴും ഭർത്താവിനോട് സംസാരിക്കുമ്പോഴും ഭാര്യയോട് സല്ലപിക്കുമ്പോഴും പുത്രന്മാരെ വാത്സലിക്കുമ്പോഴും ഇതും കൂടി ഒന്ന് ഓർമ്മ വയ്ക്കരുത്. കഴിഞ്ഞു. എന്നാ ഉദ്ധവ പിന്നെ അവന്റെ കഥ എന്താ അറിയോ? ഞാൻ അഭിജേഷദുരാചാരോ ഭജതേ മാം അനന്യഭാക് സാധുരേവ സമന്തവ്യ സമ്യക് വ്യവസിതോ ക്ഷിപ്രം ഭവതി ധർമാത്മാ. തന്നിട്ട് കഴിഞ്ഞിട്ട് ഉച്ചത്തിലൊരു പ്രതിജ്ഞയാണ്. പറഞ്ഞോളൂ ഉണ്ണി അർജുന, കൗന്ദേയ പ്രതിജാതി നമേ ഭക്തം പ്രദർശനി. പറഞ്ഞോളൂ, ഞാനാ പറയാൻ പറഞ്ഞത്, തുറന്ന പറഞ്ഞോളൂ. ഉദ്ധവ സത്യമാണ്, എന്റെ ഭക്തര് അൺവപി ഞാൻ കീഴ്പോട്ട് കൊണ്ടുപോയില്ല. ഇത്ര തന്റെ ഇടത്തോടുകൂടി ഭക്തന് തന്റെ വിശുദ്ധമായ വിശാല ഹൃദയത്തെ തുറന്നു കാണിച്ച ഒരു പുരാണം, വിഷ്ണുപുരാണത്തിലോ ഹരിവംശത്തിലോ ബ്രഹ്മവൈവർത്താദികളാകുന്ന ഇതര പുരാണങ്ങളിലോ ഇത് പ്രഖ്യാപിക്കാത്തത് കൊണ്ട് അങ്ങക്ക് ന്യൂനത വന്നു വ്യാസ എന്ന് തുറന്നു പറഞ്ഞ നാരദന്റെ വാക്കുകളെ ബഹുമാനപൂർവ്വം ആദരിച്ചെഴുതിയ ഗ്രന്ഥമാണിത്. അങ്ങ് ധർമ്മശാസ്ത്രം ചെയ്യാൻ വന്ന ഭഗവാനെ കുറിച്ച് യുഗുപ്സിതം കർമ്മ പറഞ്ഞില്ലേ? അങ്ങ് പലതും വെട്ടു, അതൊക്കെ തിരുത്തു എന്ന് പറഞ്ഞു. അങ്ങ് എഴുതിയതിൽ വളരെ തെറ്റ് വന്നുപോയി. അങ്ങ് എഴുതിയ ഭാരതം വായിച്ചവരൊക്കെ പിന്നെയും കറങ്ങും കിട്ടോ ഇത് തന്നെ. അതുകൊണ്ടൊന്നും കാര്യമായില്ല. ധർമ്മം യഥാധർമാർത്ഥകാമ അത് മുഴുവൻ അങ്ങ് ഭംഗിയായിട്ട് വർണ്ണിച്ചു. നദാ വാസുദേവസ്യ മഹിമാക്കി അനുവർണിത. പൊന്ന് കണ്ണനെയൊക്കെ വർണ്ണിച്ചില്ല. യശോദമ്മയുടെ മുമ്പിലേ കൈകൂപ്പി നിന്നുകൊണ്ട് എന്നെ അമ്മ ഇനി തല്ലരുത്. ഭുവനത്തിന്റെ മുഴുവനും അനന്തകോടി ബ്രഹ്മാണ്ടങ്ങൾക്ക് ഏകനായകൻ തന്റെ പ്രേമ മാതാവിന്റെ മുമ്പിൽ വിറയ്ക്കുന്നു, കൈ കൂപ്പുന്നു.
പുളിച്ച് കണ്ണീരൊഴുക്കി കരയുന്നു. ഞാൻ ഇനി കുറ്റം ചെയ്യില്ല, ഞാൻ മണ്ണ് തിന്നില്ല. അതില്ല, ഇവരൊക്കെ പറഞ്ഞു. ഒരു വെറുതെ പറയാ അല്ല. ഏട്ടനും പറഞ്ഞു. ഇപ്പൊ ഏട്ടന് കുറേശ്ശെ കൂട്ടുദോഷം വന്നു, അതുകൊണ്ട് കുറേശ്ശെ ഏട്ടനും കളവ് പറയാൻ തുടങ്ങി. ആഹാ, എന്നാ ഞാൻ നോക്കട്ടെ. സഹായം കൊടുത്തു. കോടി അണ്ടകോടികളെ കാണിച്ചു കൊടുത്തു. ആ ഈശ്വരനെ ഭരിക്കണം. ആ ഈശ്വരനിൽ സമന്വയം ചെയ്യാത്ത ഒരു ഈശ്വര പദമില്ല. കകാരത്താൽ കൃഷ്ണന്റെ പരിപൂർണമാകുന്ന കമലാകാന്തത്വം വിളിച്ചു പ്രഖ്യാപിക്കുന്നു. പേര് കൃഷ്ണനിടാൻ കാരണം കമലയുടെ കാന്തനാണെന്ന് ഇനി മനസ്സിലാവും ജനങ്ങൾക്ക്. അതുകൊണ്ടാ കമലാകാന്ത അങ്ങനെ തുടങ്ങുകയാണ്. അപ്പോൾ ഇത്രയധികം മഹിമ ഭഗവാന്റെ തുറന്ന് പ്രഖ്യാപിച്ചു. അതും എങ്ങനെ? അനേക കോടി ബ്രഹ്മാണ്ഡ നായകനാണ് ഭഗവാനെന്നും പരിപൂർണതമ എന്നുമുള്ളതിനെ തെളിയിച്ച ഒരവതാരം. അംശാവതാരം, ആവേശാവതാരം, കലാവതാരം, പൂർണ്ണാവതാരം, പരിപൂർണാവതാരം. ഇതിനു മുമ്പ് ഉണ്ടാക്കുന്നത് ഈ അഞ്ചും കഴിഞ്ഞ് പരിപൂർണ നമകൃഷ്ണ. ആറാമതൊരു വകുപ്പ് അത് മാത്രം. അതിൽ ABCD ഇല്ല. മറ്റതിലൊക്കെ അഞ്ച് അംശാവതാരം തുടങ്ങാണ്. കപിലൻ B വ്യാസൻ ജ്ഞാനം കലയാണ്, അത് രണ്ടും. ഇനി C വേറെ കിടക്കണു. അംശാവതാരം ജപദഗ്നി പുത്രൻ ഇങ്ങനെ തുടങ്ങിയിട്ട് അതിലൊക്കെ വംശാവതാരം ABC, കലാവതാരം ABCD അങ്ങനെ പറയാം. ഇതിലോ പൂർണ്ണാവതാരം അതുകൊണ്ട് ഒരു Aയും Bയും. നരസിംഹവും ശ്രീരാമചന്ദ്രൻ പൂർണ്ണാവതാരങ്ങളാണ്. പക്ഷെ പരിപൂർണതമ കൃഷ്ണ. പരിപൂർണം ഈശ്വരത്വത്തിന്റെ പരിപൂർണതയിൽ ഒരു ദിവ്യമായിരിക്കുന്ന രൂപം നമുക്ക് ഭാവന ചെയ്യാൻ സാധിക്കണം എന്ന് ആ കരുണാമയനായ ഈ ഭഗവാൻ ശ്രീകൃഷ്ണൻ നിശ്ചയിച്ച് ശ്യാമസുന്ദരനായി കോമളാംഗങ്ങളായിരിക്കുന്ന കരചരണാദ്യ അവയവങ്ങളോടുകൂടി പ്രേമം മുഴുവനും തന്നെ തന്റെ ഓരോ നടപ്പിലും അധരം മധുരം വദനം മധുരം വചനം മധുരം മധുരാധിപതേരധികം മധുരം സർവത്ര മധുരം മധുരം മധുരം. ഇങ്ങനൊരു അവതാരം. ആ കഥകൾ കേൾക്കുമ്പോൾ അതാണ് മാഹാത്മ്യം. ഒരു വസ്തുവിന്റെ യോഗ്യതയെപ്പറ്റി മറ്റു ജനങ്ങൾ അറിവുള്ളവർ പറയുമ്പോൾ വേണം അതിനെ ശരിക്കും മനസ്സിലാക്കാൻ സാധിക്കുക. അങ്ങനെ പറ്റുള്ളൂ എന്തും. അത് ഇന്ന് ലൗകികത്തിലെ വിഷയങ്ങളായാലും അതല്ലാത്ത ആത്മീയ വിഷയങ്ങളായാലും അറിവുള്ളവർ പറഞ്ഞു തന്നെ മനസ്സിലാക്കി തരണം. അതിനാലാണ് നാളെ നടക്കാൻ പോകുന്ന മഹായജ്ഞത്തിന്റെ മഹിമ. ജ്ഞാനയജ്ഞത്തിൽ വെച്ച് അത്യന്തം ഉന്നതമായ ജ്ഞാനയജ്ഞം ഇത് തന്നെയാണ്. ദ്രവ്യയജ്ഞ, തപോയജ്ഞ, ഇവിടെ പറഞ്ഞിട്ടുണ്ടെന്ന് അർത്ഥം. അങ്ങനെ പല യജ്ഞങ്ങളുണ്ട്. ദ്രവ്യയജ്ഞങ്ങളുണ്ട്, തപോയജ്ഞങ്ങളുണ്ട്, അനേക യജ്ഞങ്ങളുണ്ട്. പക്ഷേ സർവയജ്ഞങ്ങളും സതു കർമ്മവിസൂചകാന്ന് എടുത്തു. അനേക വിധത്തിൽ ബന്ധങ്ങളെ പെടുത്തുന്നതാണ് യജ്ഞങ്ങളൊക്കെ. ഇതൊരു കർമ്മമില്ലാന്ന് മാത്രമല്ല താപത്രയോന്മൂലനം. ഇതുകൊണ്ട് ആധ്യാത്മിക, ആദിഭൗതിക, ആദിദൈവികങ്ങളായ സർവകാലങ്ങളിൽ മുമ്പും ജന്മം തുടങ്ങി മുതൽ ഇന്ന് വരെ നാം ചെയ്തതൊക്കെയും തീരെ മാച്ചു കളഞ്ഞ് ഇനിമേൽ ഇങ്ങതൊന്നും വരാതെ കണ്ട് അതിനെ ശുദ്ധ സ്ഫടികമാക്കി തീർത്ത് അതിൽ തന്റെ ദിവ്യമാകുന്ന അത്യന്തമുദാരമായ ഉദാത്ത മംഗള വിഗ്രഹത്തെ പ്രകാശിപ്പിക്കുന്ന ഗ്രന്ഥം ഭാഗവതം മാത്രം. അത് ചിലരങ്ങനെ പറയും. അവരെടുത്ത പുസ്തകം തന്നെ ഏറ്റവും നല്ലതാണ്. രാമായണവും പറയും വാൽമീകിം ഭൂത രാമസാമര ഗാവിനി പുനാതി ഭുവനം പുണ്യ രാമായണ മഹാനദി. അപ്പൊ അതുപോലെ അല്ല. അത് അതാത് ഗ്രന്ഥങ്ങളെ സംബന്ധിച്ചോളം ഒരു മഹിമ പറയിക്കേണ്ട ആവശ്യമുണ്ട്. ഈശ്വരനെ കുറിച്ചുള്ള മഹിമ അതിൽ നല്ലോണം പ്രകാശിപ്പിച്ചിട്ടുണ്ട്. വേദവേദ്യ പരേപുംസി ജാതേ ദശരഥാത്മജേ വേദ പ്രാചേതസാരാശിൽ സാക്ഷാത് രാമായണാത്മക. അതുകൊണ്ട് സാക്ഷാത് രാമായണം പ്രതിപാദ്യ വിഷയം ഭഗവാൻ തന്നെ എന്ന് പറഞ്ഞാലേ ഭക്തന്മാർക്ക് ഭഗവാനാണെന്നുള്ള വിശ്വാസം വരുത്താൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അത് ശരിയുമാണ്. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ ആ ഈശ്വരനെല്ലാം കൂടിയിട്ട് രൂപെടുത്ത് വന്നിരിക്കുക. ഐശ്വര്യവും വീര്യവും ജ്ഞാനവും യശസ്സും തേജസ്സും ഓജസ്സും കാരുണ്യവും എനിക്ക് പറയാനാവില്ല. എല്ലാം കൂടി ഒരു രൂപം. അത് അമ്പാടി മണിക്കുട്ടലിൽ തന്നെ നമ്മുടെ അരുമയായ രൂപത്താവും. എന്ത് അവകാർന്ന രൂപം! സൗന്ദര്യോത്തരതോപി സുന്ദരതരം തൊദ്രൂപം. മറ്റൊരു ഒരുപാട് കണ്ടിട്ടാ പറഞ്ഞത്. ഇങ്ങനെ ഒരു സൗന്ദര്യ വസ്തു ലോകത്തിൽ വരില്ല കേട്ടോ എന്നാണ്. അതാണ് ഭാഗവതത്തിന്റെ മഹിമ. ആ കൃഷ്ണനെ നമ്മുടെ ഉള്ളിലുണ്ട്. അത് പ്രകാശിപ്പിക്കുന്നു ഈ ഗ്രന്ഥം. വന്ന് പ്രകാശിക്കണ്ട, പ്രകാശിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അതിനു മുമ്പിലുള്ള മൂട് പടലങ്ങളായ കണ്ണാടിയിൽ പെട്ടിരിക്കുന്നതായ പൊടി തുടച്ചു കളയുന്ന പോലെ നമ്മുടെ ഹൃദയത്തെ സ്പന്ദനം ചെയ്യിപ്പിക്കുന്ന ശക്തി സാക്ഷാൽ ദൈവിക ശക്തിയാണെന്നും ആ ദൈവിക ശക്തിക്ക് ആർക്കും കാണാനോ അറിയാനോ സാധിക്കാത്തതാണ് എന്ന് ഇതപര്യന്തം പറഞ്ഞിരുന്ന ആ ദൈവിക ശക്തിയെ ഇതാ കാണാം, എടുക്കാം, അടുക്കാം, മടിയിൽ വയ്ക്കാം, ഉമ്മ വയ്ക്കാം, പാലൂട്ടാം, താരാട്ട് പാടാം, കൊഞ്ചിക്കുഴഞ്ഞ് ആടാൻ പറഞ്ഞ ആടും. അതാണ്
ഈശ്വരന്റെ ഭക്തന്മാരോടുള്ള അങ്ങേയറ്റത്തെ പ്രേമം തന്നെയാണ് ഈ അവതാരം. അതിനാലാണ് ഗൗരംഗസ്വാമി പറഞ്ഞതെന്താ? കൃഷ്ണാവതാരം എന്നല്ല അവിടുത്തെ വാക്ക്, പ്രേമാവതാരം. ഈശ്വരൻ ജീവന്മാരോടുള്ള പ്രേമം കാണിക്കാൻ എഴുന്നള്ളി വന്നു പ്രേമാവതാരം. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ പറഞ്ഞിരുന്നാല് വിളിച്ചാവോളം നിങ്ങൾ കേൾക്കാൻ തയ്യാറുണ്ടെങ്കിൽ ഞാൻ പറയാം. അത്ര പറഞ്ഞാലും അവസാനിക്കാത്തതാണ് മാഹാത്മ്യം ഭാഗവതത്തിന്റെ. അതിലൊരു പരിധിക്കകത്ത് നമുക്ക് നിന്നുകൊണ്ടൊന്ന് സ്മരിക്കാം. ആദ്യത്തെ അധ്യായത്തിൽ ഇത്രയും മഹിമയേറിയ ഭക്തന്മാരുടെ ഹൃദയത്തിൽ ഉൾക്കൊള്ളു തിളങ്ങി വിളങ്ങി കിടക്കുന്നതായിരിക്കുന്ന ചൈതന്യമാണ് ശ്രീകൃഷ്ണൻ നമുക്ക് ബോധ്യം തരുവാനുള്ള ശക്തിയും ഊർജവും ഈ ഗ്രന്ഥത്തിനുണ്ടോ എന്ന് 5 അധ്യായങ്ങളെ കൊണ്ട് തെളിയിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. അത് 5 അധ്യായങ്ങൾ 2 പ്രകരണങ്ങളെ കൊണ്ട്. ഒന്ന്, ഇത്രയും ഉന്നതമായിരിക്കുന്ന ഒരു ദിവ്യഗ്രന്ഥം, വേദ ഇതിഹാസ സാരം, വേദാന്ത സാരം സർവശാസ്ത്ര സാരമായി ഇല്ലെന്ന് ഖ്യാപനം ചെയ്തതിന് ശേഷം അതിനാലുണ്ടാകുന്ന പ്രയോജനം 2 അധ്യായങ്ങളെ കൊണ്ട്. ഒരു വസ്തുവിന്റെ മഹിമ പറഞ്ഞു, അതുകൊണ്ട് നമുക്കെന്താ? അത് ഗോകർണന്റെ കഥ ഇതിൽ കൂടി അതിന്റെ പ്രയോജനം കാണിച്ചു തന്നു. ഇതാണ് അതിന്റെ ഫലം. ഇതിനെ ആശ്രയിച്ചാൽ ഒരു കാലത്തും ഗതി വരാത്തവർക്ക് പോലും പരിപൂർണമായ വൈകുണ്ഠഗതി വരുമെന്ന് മാത്രമല്ല, ചെയ്യാരുതാത്തതായ സർവ്വവിധങ്ങളായിരിക്കുന്ന സ്മൃതിയിലും ശ്രുതിയിലും അരുത് 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 നിഷേധിച്ചതൊക്കെയും ഒന്നിച്ചു ചെയ്ത് പാപത്തിന്റെ ഒരു വലിയ രൂപം വന്ന ഒരു ധുന്തുകാരിക്കും എല്ലാവിധങ്ങളാകുന്നതായിരിക്കുന്ന സൽക്കർമ്മങ്ങളെ കൊണ്ട് ഉദ്ധരിക്കാൻ സാധിക്കില്ലെന്ന് തീരുമാനമായ ഒരു മഹാമഹാപ്രേതത്തിനും ഭാഗവത ശ്രവണാൽ മുക്തി, ഭാഗവതം കേട്ടു അദ്ദേഹം വൈകുണ്ഠനായി ഭവിച്ചു എന്ന് മാഹാത്മ്യത്തെ എടുത്തു കാണിച്ച് അതിന് ഉദാഹരണമായി സർവപാപ വിമുക്തമാകുവാൻ ഇത് മതി എന്ന് തെളിയിച്ച 6 അധ്യായങ്ങളിലെ 5 അധ്യായങ്ങളെ കൊണ്ട് തെളിയിച്ച 6ാമത്തെ അധ്യായത്തിൽ അങ്ങനെയുള്ള ഈ മഹൽ ഗ്രന്ഥത്തെ എങ്ങനെ നാം സ്വീകരിക്കണം, എങ്ങനെ അതിനെ ആദരിക്കണം, എങ്ങനെ 7 ദിവസങ്ങളായി അതിനെ പഠിക്കണം, അതിൻ്റെ സമ്പ്രദായം എന്തായിരിക്കണം, ഇതാണ് ഈ 6 അധ്യായങ്ങളിൽ നമ്മളെ കേൾപ്പിച്ചു തരുന്നത് എന്നാദ്യം ഒന്ന് സ്മരിക്കട്ടെ. എങ്ങനെ അതിൻ്റെ ആരംഭം വരുന്നു നോക്കൂ. നൈമിഷാരണ്യം എന്ന ഒരു വനം, സാധാരണ വനമല്ല. ബ്രഹ്മാവിൻ്റെ അടുക്കൽ ഋഷീശ്വരന്മാരൊക്കെ ചെന്നു. ഒരിക്കൽ കലിയുഗം വരുന്നു എന്നുള്ളത് ഭാവി കണ്ടിരിക്കുന്ന ആ മഹാത്മാക്കൾ. അവ കലിയുഗത്തിന്റെ ആഗമനത്തെ കണ്ട് ഭയന്ന്, കലി അധർമ്മ ബഹളം അധർമ്മം കൊണ്ട് നിറഞ്ഞതാണല്ലോ കലി, അറിയാം, അവർക്കറിയാം, നമ്മളെപ്പോലല്ല. അവര് അതങ്ങനെ സംഭവിച്ചല്ലോ, ഇതിങ്ങനെ സംഭവിച്ചല്ലോ എന്ന് നടുക്കം കൊള്ളുന്ന അനേക സംഭവങ്ങളിൽ നിന്ന് നമ്മൾ പത്രങ്ങളിൽ കൂടിയും റേഡിയോയിൽ കൂടിയും ടി വിയിൽ കൂടി അറിയുന്നുണ്ട്. നമുക്ക് ഭയം ഉണ്ടാവുന്നുണ്ടില്ലേ? അവരത് കണ്ടു ഇതൊക്കെ സംഭവിക്കുന്നത്. അപ്പൊ അവർ ഭയന്നു. കലവ് എങ്ങനെയാ കലിയുടെ നില ജീവശ്ചാസുരതാംഗത ചിന്താക്രാന്തസ്യ തസ്യൈവ ശോധനയെ കിംപരായണം. അവരാലോചിച്ചു തുടങ്ങി. ഇങ്ങനെ കലിയിലെ ജനങ്ങളൊക്കെ അധർമ്മികളായി തീർന്ന് അക്രമികളായി തീർന്ന് ധർമ്മത്തെ മുഴുവനും തന്നെ ഉപേക്ഷിച്ച് സനാതനമായിരിക്കുന്ന ഈശ്വരനെ മറന്ന് ഉദരം ഭരിണോ ജീവ അരച്ചാൻ വയറ് ഉദ്യോഗം വിദ്യാഭ്യാസം, അതിനുള്ള വിദ്യാഭ്യാസം, ഉദരപൂരണത്തിലുള്ള വിദ്യാഭ്യാസം, ഉദരപൂരണത്തിലുള്ളതായിരിക്കുന്നതായ ജീവിതം, ഉദരപൂരണത്തിലുള്ളതായിരിക്കുന്നതായ സദാസമയത്തിലുള്ളതായ പ്രവർത്തനം, അത് പറ്റില്ല. കഴിഞ്ഞ് മേൽപോട്ട് ഒരു ഉത്തമാംഗമുണ്ട്, അതിനെപ്പറ്റി ഇവരാരും ചിന്തിക്കാതെ കലിയുഗം നശിക്കുമല്ലോ, കലിയുഗത്തെ ജനങ്ങളൊക്കെ നശിക്കുമല്ലോ എന്ന് വിചാരിച്ച് അവരെ സഹജേന താപസന്മാരാണ്, അന്യരിൽ അങ്ങേയറ്റം അനുകമ്പ നിറഞ്ഞവരാണ്. അവരാണ് ബ്രഹ്മാവിനോട് ചെന്ന് ചോദിക്കുകയാണ്, ഞങ്ങൾ എന്താ ഇനി ചെയ്യണ്ടേ? കലിയുഗം വന്നാൽ അറിയൂലോ, ദൈവം വേണ്ട, ദൈവികം വേണ്ട, ദേവൻ വേണ്ട, ദേവാലയം വേണ്ട, ഒന്നും വേണ്ട, പിന്നെ വേണ്ടത് എന്താണ്? പാശ്ചാത്യൻ പറഞ്ഞ അതേ പ്രമാണം, ഡ്രിങ്ക് ഈറ്റ് ആൻഡ് ബി മെറി ആൻഡ് ഡൈ. അത് തന്നെ, തിന്നടാ കുടിക്കടാ ചാവട, കുടിക്കടാ ഇഷ്ടം പോലെ, പൊട്ടിക്കടാ കുപ്പി നിറയ്ക്കേ വയറ്, എന്നിട്ട് തലയ്ക്ക് ഭ്രാന്തി പിടിച്ച് ഡ്രിങ്ക്. പിന്നെ അതിനിടയ്ക്ക് ഇഷ്ടമുള്ള തിന്നടാ, കണ്ടതിനെ കണ്ണുള്ളതിനെ കണ്ണില്ലാത്തതിനെയും എല്ലാത്തിനും പിടിച്ച് തിന്നടാ, കിട്ടുന്നൊക്കെ തിന്നോ, ഡ്രിങ്ക് ഈറ്റ്, എന്നിട്ടോ ചാടി തുള്ളടാ, ഡങ്ക് ഡങ്ക് ഡങ്ക്. ഇതല്ലേ പഠിപ്പിക്കുന്നത്? ഇതല്ലേ വിദ്യയും അഭ്യാസവും? ഇപ്പോ അതല്ല നമ്മുടെ ലക്ഷ്യം. ഭാരത സംസ്കാരം അവിടുന്ന് എത്രയോ അകന്ന് ഭൗതികമാകുന്ന പേക്കൂത്തിനുള്ള വിദ്യാഭ്യാസത്തെ, എത്രയോ ജുഗുപ്സമായ വിദ്യാഭ്യാസത്തെ വിദ്യാഭ്യാസം എന്ന് പറയാൻ പോലും വയ്യാത്ത ഈ അവിദ്യ ആകുന്ന ആ അഭ്യാസത്തെ അല്ല വിദ്യ, വിദ് അത് തന്നെ എന്താ? അറിവ്. എന്തിന്റെ അറിവ്? നമ്മൾ ശരീരങ്ങളാണ്, നശിക്കുന്നതാണ്. ശീർഷയതീതി, നശിക്കുന്നതാണ് ഈ ശരീരം. നമ്മൾ ശരീരങ്ങളാണെങ്കിലും നമ്മൾ ചൈതന്യമാണ്, ജീവനാണ്. നാം ജീവനാണ്, നാം ശരീരത്തോട് ഒട്ടി നിൽക്കരുത്. നശിക്കുന്ന ശരീരം നശിച്ചു പോകും, നശിക്കാത്ത ചൈതന്യം നമ്മുടെ കൂടെ എന്നും ഉണ്ടതാണ്. ആ ഉള്ളതിനെ സ്നേഹിക്കൂ. ശാരീരിക വസ്തുക്കളെ സ്നേഹിച്ച് നശിക്കാതെ ശരീരാന്തർഗതമായ ചൈതന്യനെ സ്നേഹിക്കൂ. നിങ്ങൾ ജീവിക്കൂ.
നിങ്ങൾ ജീവിക്കൂ. അതാണ് ജീവിക്കാൻ പഠിപ്പിക്കുന്ന ഗ്രന്ഥമാണ് ഭാഗവതം. അതാണ് ജീവിതം. മറ്റത് വാക്കുകളെ ജീവിതമുള്ളൂ, നശിക്കുന്ന ജീവിതം. തിന്നുക, കുടിക്കുക, ചാവുക, പഠിക്കുക, പഠിപ്പിക്കുക, ശമ്പളം മേടിക്കുക, പിന്നെയും ഭാര്യ ഉണ്ടാവുക, കുട്ടികളുണ്ടാവുക. അത് കഴിഞ്ഞാൽ അവരെ പഠിപ്പിക്കുക, നിങ്ങളൊക്കെ MA BA തോന്നിമാസികളാക്കി തീർക്കുക. എന്നിട്ട് നാട്ടുകാരൊക്കെ കല്ലെറിയുക, ചീത്ത പറയാ. ഇങ്ങനെ അല്ലാതെ കണ്ട് മറ്റ് യാതൊരു വിധത്തിലുള്ളതായിരിക്കുന്ന ഉദ്ബോധനം നമുക്ക് തരുന്ന വിദ്യാഭ്യാസം അല്ലിത്. അത് തുറന്ന് പറയാണ്ട് നിവൃത്തിയില്ല എന്ന് കാലഘട്ടം അത്ര കണ്ട അതപ്പം ഇത് കണ്ടു മഹർഷിമാർ. സത്യം നാസ്തി തപശ്ചൗച സ്വാധ്യായ താപഹർജവം ഉദരം ബഹിണോ ജീവാഹ വരാക കൂടഭാഷക. ശിശുനോദന പരികളെന്ന് ആ പേര് തന്നെ പറഞ്ഞ് അത് വ്യാഖ്യാനിക്കേണ്ട ആവശ്യമില്ല. ഇത് രണ്ടേ ഉള്ളൂ ലോകത്തിൽ, വേറെ ഒന്നും വേണ്ട. ഭാര്യ വേണം, ഊണ് കഴിക്കണം, തന്നെ. അത് കണ്ടപ്പോൾ അവര് ബ്രഹ്മാവിനൊക്കെ സങ്കടം പറഞ്ഞപ്പോൾ ബ്രഹ്മാവ് ഉപദേശിച്ചു, പേടിക്കണ്ട നിങ്ങൾ ഞാനൊരു വിദ്യ കണ്ടുപിടിച്ചു എന്ന് പറഞ്ഞപ്പോഴേക്കും ഒരു വണ്ടിച്ചക്രം ഉണ്ടായി, മിന്നിക്ക് തുടങ്ങുന്ന ഒരു നേമി വണ്ടിയുടെ പുറത്തുള്ളതായിരിക്കുന്ന ആ വട്ട്. ഈ വണ്ടിയുടെ വട്ടം ഉരുട്ടിപ്പോക്കോളും. ഭൂമിയിൽ എവിടെയെങ്കിലും ഒരു ദിക്കിൽ ചെല്ലുമ്പോൾ അത് പൊടിഞ്ഞ് താഴെ വീഴും, അവിടെ മുഴുവൻ പൊടിയായി തീരും. അവിടെ ഒരു വനമുണ്ടാകും. ആ വനത്തിൽ നിങ്ങൾ ഇരുന്നുള്ളൂ, അവിടെ കരി ബാധിക്കില്ല. നേമി ശീർണമാകുന്ന സ്ഥാനമാകുമ്പോൾ അതിന് നൈമിഷാരണ്യം എന്ന് പേരുമാകും. അങ്ങനെ ഒരരണ്യം ഉണ്ടായി. അവിടെ ഭഗവാനെ ഭജിച്ചുകൊണ്ട് അവരിയ്ക്കുമ്പോഴാണ് വ്യാസശിഷ്യനായ പരമജ്ഞാനിയായ